കെന്നാഷോയുടെ ഒരു ആംബിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു. കുക്ക് ചെയ്യാൻ പോവാണോ? യെസ്, ഹംഗ്രി മാഹിയാണ് ഇന്ന് എന്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നത്. സോ വെൽക്കം. ഇൻസ്റ്റാഗ്രാമില് 100K അപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത് ഞാൻ ഇങ്ങനെ കാര്യം ചെയ്യുന്നുണ്ടെന്നോ. ഏതോ ബസ്സിൽ പോയപ്പം ആരോ കണ്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യം. ആദ്യത്തെ 6 മാസം മാഗിയും അവലോസ് പൊടി അപ്പം വൺ ഡേ ഐ വെന്റ് ടു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഹോം സിക്ക് അടിച്ചപ്പം കുറെ ഫുഡൊക്കെ മേടിച്ചു. വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. അന്ന് വിചാരിച്ചു കുക്കിംഗ് പഠിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെയാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കേരളത്തിൽ വന്ന സമയത്തായിരുന്നു മൂവി പ്രൊമോഷൻ വന്നത്. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എന്ത് പറഞ്ഞു കുടിച്ച് അടിപൊളിയാണ്. ഇൻബോക്സിൽ ഇങ്ങനെ ഒരുപാട് ഗേൾസ് മെസ്സേജ് അയക്കണോ, ചേട്ടനെ പോലത്തെ ആളെയാണ് ഞങ്ങൾ നോക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും വരാറുണ്ട്. എനിക്ക് ചെറിയ കുട്ടികൾ ഫാൻസ് ഉണ്ട്, കുറെ ചെറിയ പിള്ളേർ ഫാൻസ് ഉണ്ട്. അപ്പൊ എല്ലാരും ചിലപ്പം അമ്മമാർ അവരുടെ മക്കളുടെ വീഡിയോ എടുത്ത് അയച്ചു തരും. അവർ അടിപൊളി പറയുന്നതൊക്കെ അയച്ചു തരും. അപ്പം if they write me a good message, I always give a reply. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. അപ്പൊ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ ഇതെന്താണ് കെന്ന ഷോയുടെ ഒരു ആംബിയൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുന്നു, കുക്ക് ചെയ്യാൻ പോവാണോ? യെസ്, ഇന്നൊരു വെറൈറ്റി ഒരു കുക്കിംഗ് ഒരു ഇന്റർവ്യൂ, കുക്ക് കംസ് ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ഒരു ഇന്റർവ്യൂ പാറ്റേൺ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഈ വരുന്ന ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ റീൽസിലൊക്കെ സജഷൻ ആയിട്ടൊക്കെ വന്ന് ആണ് ആദ്യം ഞാൻ കണ്ടു തുടങ്ങിയത്. പിന്നീട് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി ആളുടെ പ്രസന്റേഷൻ ആയിക്കോട്ടെ. ഓരോ വീഡിയോസ് നല്ല രസമാണ് ആള് കുക്ക് ചെയ്യാൻ കാണാനായിട്ട്. അപ്പൊ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ആള് മലയാളിയാണോ അതോ തമിഴനാണോ തെലുങ്കു ആണോ ആരാന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു ആളൊരു മലയാളിയാണ് ഗൈസ്. സോ നൺ അനദർ ദാൻ നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ റീൽസിലേക്ക് ഒരു വീഡിയോസ് എങ്കിലും വരാത്തതായിട്ടില്ല, ഹംഗ്രി മാഹിയാണ് ഇന്ന് എന്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നത്. സോ വെൽക്കം ഹംഗ്രി മാഹി. Hi guys. Yes. അപ്പൊ നമസ്കാരം. വെൽക്കം ടു ദ ഷോ. അപ്പം ആള് മലയാളിയാണ്. എനിക്ക് ആദ്യമൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മലയാളിയാണോ, കണ്ട ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ. പിന്നെ ഒന്നും പറയുന്നുമില്ല, നമ്മൾ മലയാളിയാകുമ്പോ നല്ലോണം സംസാരിക്കൂല, ആകെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അടിപൊളി. യെസ്, അടിപൊളി എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ കെന്ന ഷോയിൽ വന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അതെ, എൻ്റെ അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ വീഡിയോസ് ഒക്കെ. ഞാൻ എപ്പോഴും കാണാറുണ്ട്. കാണുമ്പോൾ ഒരു 30 സെക്കൻഡിനുള്ളിൽ അല്ലേ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്, ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ, ദം ബിരിയാണി ആയിക്കോട്ടെ, എല്ലാം 30 സെക്കൻഡിനുള്ളിൽ അങ്ങ് തീർക്കുക. അത്ര എളുപ്പമാണോ കുക്കിംഗ്? 30 സെക്കൻഡ് ഉണ്ടെങ്കിലും 3 മണിക്കൂർ എടുക്കും. നമ്മൾ കാണുന്നതല്ലേ 30 സെക്കൻഡ്. ഇങ്ങനെ ഇടുമ്പോഴത്തേന് ഇത് എല്ലാം വരുന്നു, പറന്നു വരുന്നു, വീഴുന്നു. ഏറ്റവും ഇഷ്ടമാണോ ഈ കുക്കിംഗ്? ആണോ ഓൾ ടൈം ഒരു ഫേവറേറ്റ് എന്നൊക്കെ പറയുന്നത്? ജീവിത സാഹചര്യം കൊണ്ട് പഠിച്ചു തുടങ്ങിയതാണ്. പക്ഷേ നൗ കുക്കിംഗ് ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. സാഹചര്യം കൊണ്ട് അങ്ങനെ ആയതാണ്, അല്ല ചെറുപ്പം മുതലേ അങ്ങനെ അമ്മേനെ അടുക്കളയിൽ കയറി സഹായിച്ച്? ഒട്ടുമില്ല. മാഗി ഉണ്ടാക്കും, ഷാർജ ഷേക്ക് ഉണ്ടാക്കും, അത് മാത്രമാണോ? ചായ ഒക്കെ തിളപ്പിക്കില്ലായിരുന്നു? ചായ തിളപ്പിക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പൊ കേരളത്തിലേക്ക് വന്നേക്കാണ്. കൂടുതൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇനി ആളിവിടെ ഫുൾ ടൈം നമ്മുടെ ഒപ്പം അല്ലെ, കൊച്ചി തന്നെ ഉണ്ടാവും അല്ലെ? കൊച്ചി തന്നെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ അമ്മേനെ സഹായിക്കാറൊക്കെ ഉണ്ടോ? അമ്മ അടുക്കളയിലൊന്നും കയറാതെ അമ്മ അവിടെ ഇരുന്നോ? കിച്ചൺ അമ്മയുടെ തട്ടുക. അപ്പൊ എനിക്ക് സെപ്പറേറ്റ് സ്റ്റുഡിയോ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ അമ്മയോട് പറയാം, അപ്പൊ ഇന്നൊന്നും ഉണ്ടാക്കണ്ട, ഇന്ന് ഞാൻ ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോയി, ഇന്ന് കിച്ചൺ അടച്ചിട്ടോളൂ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അമ്മ ചോദിക്കും ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഓ ഇന്ന് ബിരിയാണി. അപ്പൊ ഇന്ന് ലഞ്ച് വേണ്ട, ഡിന്നർ വേണ്ട, ഓ അത് കഴിച്ചാൽ മതിയല്ലോ. സുഖല്ലേ, പോരുന്നോ എന്റെ വീട്ടിലേക്കൊന്ന് പോന്നോ, ഞാൻ വേണമെങ്കിൽ എല്ലാം ഇങ്ങനെ ഒരുക്കി തന്നേക്കാം. പൊതുവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിങ്ങിന് ആണുങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കുറവാണ്. അല്ലെങ്കിൽ ഇപ്പൊ പെണ്ണൊക്കെ ആലോചിക്കുമ്പോ, കല്യാണം കഴിക്കുമ്പോ
കുക്ക് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചില ഗേൾസ് ഒക്കെ ചോദിക്കും. അപ്പം ചിലവര് പറയുമ്പോ കുഴപ്പമില്ല, ചിലവര് ചായ വെക്കും. അപ്പൊ മാഹിയോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം കുക്ക് ചെയ്യും എന്ന് പറയോ? ഇൻസ്റ്റഗ്രാം തുറന്ന് കാണിക്കും. അതെ, നോക്കൂ. രാവിലെ എണീക്കുമ്പോ ഇന്ന് ബിരിയാണി ആവാം, അതെ, രാത്രി ചപ്പാത്തി ചിക്കൻ ഫ്രൈ ആവാം. ഒരുപാട് പ്രപ്പോസൽ ഒക്കെ വരാറുണ്ട്. ഇത്രയും കുക്കിങ്സും പിന്നെ നല്ല ലുക്കിലാണല്ലോ. സാധാരണ പോലെ വേർത്ത് കുളിക്കൊന്നുമില്ല. നമ്മൾ ഈ അടുക്കളയിൽ കിടന്ന് ചൂടൊക്കെ ഇത് നല്ല അടിപൊളി വെൽ ഡ്രസ്ഡിലൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത്. പിന്നെ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഓൾറെഡി കുറെ ഇൻസ്റ്റാ DMs ഒക്കെ വരില്ലേ? വരാറുണ്ട്. പതുക്കെ പതുക്കെ പറയാം, എല്ലാം കൂടി ഇത് ചോദിക്കണ്ട. അപ്പൊ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇതെല്ലാം മാഹി പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചേക്കാണ്. അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, സൈലന്റ് ആണോ? അതുകൊണ്ടാണ് ASMR വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അധികം സംസാരിക്കേണ്ട, അവസാനം അടിപൊളി മാത്രം പറഞ്ഞാൽ. അപ്പത്തിന് ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേന് ഈ മാഹിനെ കൊണ്ടത് സംസാരിപ്പിക്കുക എന്നാന്ന് ചോദിച്ചാൽ കുറെ പേര് കമന്റ് ഇടും. കുഴപ്പമില്ല, നമുക്ക് പയ്യെ സംസാരിക്കാം. ടെൻഷൻ ഉണ്ടോ? ഇന്റർവ്യൂ കേട്ടപ്പം വേണോ വേണ്ടയോ പേടിക്കണ്ട, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഇനിയല്ലേ അറിയാൻ പോകുന്നത്. ഇനിയാണ് ഞാൻ ഓരോന്ന് കുത്തി എടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് എന്തായാലും അറിയണല്ലോ മാഹിനെ പറ്റി. അപ്പൊ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് ആദ്യം കേക്കട്ടെ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈസിയായ ഗാർലിക് റൈസ്. ഗാർലിക് റൈസ്. വീട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം. ഇപ്പൊ ഗാർലിക് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എപ്പോഴും എല്ലാ വീട്ടിലും. വേറെ സൈഡ് ഡിഷ് ഒന്നും വേണ്ട. വേറെ സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് സാലഡ് അല്ലെങ്കിൽ പിക്കിൾ, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാനിത് എക്സാഗ്രേറ്റ് ആയിട്ട് പറയുന്നല്ല, ഞാൻ ആദ്യമായിട്ടോ ഗാർലിക് റൈസ് കഴിക്കാൻ പോകുന്നത്. ഭയങ്കര പോപ്പുലർ റെസിപ്പിയാണ്. ബിക്കോസ് ഇത് ഞാൻ എപ്പോ വീഡിയോ ചെയ്താലും അത് 10 മില്യൺ 20 മില്യൺ, അത് ഇന്ന സീസൺ ഒന്നും ഇല്ല, 4 പ്രാവശ്യം ഇട്ടാലും എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഗൈസ്, അനദർ 1 മില്യൺ ലോഡിംഗ് ഫോർ കെന്നാസ് ഷോ. അപ്പൊ എന്റെ വീഡിയോക്ക് ഒരു 1 മില്യൺ ഇനി പഠിക്കാൻ പോവുകയാണ്. ആകട്ടെ, പൊന്നാകട്ടെ. അപ്പൊ ആദ്യം നമുക്ക് ഗ്യാസ് ഒക്കെ കത്തിച്ചല്ലേ ചെയ്യണ്ടേ? ആദ്യം നമുക്ക് വേണ്ടത് ഈ എന്താ പറയാ, മോട്ടോർ പെസ്റ്റർ. നല്ല വെയിറ്റ് ഉണ്ട്. ഇടിക്കുന്ന സാധനം. ഇത് വെച്ച് എന്താ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് ഗാർലിക്. എനിക്ക് എന്നെ കൊണ്ട് ഇടിക്കുക. അതെ, ആദ്യം ഇട്ടോ ഗാർലിക് ഇട്ടോ. മൊത്തം ഇടട്ടെ? കൈ കൊണ്ടിട്ടോ കുഴപ്പമൊന്നുമില്ല. മൊത്തം ഇടുവാണോ? മതിയായിരിക്കും. അത്രയും, കുറച്ചും കൂടെ ഇട്ടോ. കുറച്ചും കൂടെ. ഓക്കെ. ഇതിനകത്തേക്ക് ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ എരിവ് കുറവായിരിക്കും അല്ലേ? കുറച്ചും കൂടെ ഇട്ടോ, അത് വളരെ കുറവാണ്. മതി. ഓക്കെ, ഇനി എന്താ ഇടണ്ടേ? സോൾട്ട്. എനിക്കിങ്ങനെ ഇടാനൊക്കെ ഇഷ്ടാട്ടോ, എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചത് എന്ത് സുഖമായിരുന്നു അല്ലേ? കുറച്ചും കൂടെ ഇട്ടോ, കുഴപ്പമില്ല. ഉപ്പാണല്ലോ അല്ലേ ഞാൻ വാരി ഇടുന്നത്. ഓക്കെ, ഇനി ഇടുന്നത് നമ്മുടെ ക്യുമിൻ സീഡ്. ഓക്കെ, എന്തോരം വേണം? 1 ടീസ്പൂൺ ഇട്ടോ. ഇതൊക്കെ ഒരു കൈക്കണക്കാണ്. അതെ, പലർക്കും പല പ്രിഫറൻസ് ആയിരിക്കും. ചിലർക്ക് എരിവ് കുറഞ്ഞത്, ചിലർക്ക് ഗാർലിക് കൂടി. നോർമലി ഇതൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ, മാഹിയുടെ ഇഷ്ടത്തിനല്ലേ ഒരു കൈക്കണക്കിന്. സ്പൂൺ ഇടും, പക്ഷെ ഞാൻ ഇങ്ങനെ ടീസ്പൂൺ ടേബിൾ സ്പൂൺ കണക്കില്ല. ഇന്റർവ്യൂ ആയതുകൊണ്ടല്ലേ, ഓഡിയൻസിനും കൂടെ അറിയാൻ വേണ്ടി. ഓക്കെ, ഇനി എന്താ നമുക്ക് ഇത് ഇടിച്ചോളൂ. ചതക്കുന്നുണ്ട് ഗൈസ്, കുറച്ച് സമയം എടുക്കും. കുഴപ്പമില്ല, നമുക്കിങ്ങനെ നമ്മള് വീഡിയോസിൽ കാണില്ലേ ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെക്കില്ലേ, ഇതെല്ലാം അപ്പൊ മാഹി തന്നെയാണ് ഇങ്ങനെ അരിയുന്നതും ഇങ്ങനെ വെക്കുന്നതും എല്ലാം. സമ്മതിക്കണം കേട്ടോ. അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമാണോ ഇങ്ങനെ വീഡിയോസും ഇതൊക്കെ? ഇങ്ങനെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമില് 100K അടിച്ചപ്പോഴാണ് അമ്മ ചോദിച്ചത്. അപ്പോഴാണ് വീട്ടുകാർ അറിഞ്ഞത് ഞാൻ ഇങ്ങനെ കാര്യം ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ പിന്നെ ഏതോ ബസ്സിൽ പോയപ്പം ആരോ കണ്ട് പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യമായി. ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാ. കാരണം 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെയാണ് ഇൻസ്റ്റയില്. സപ്പോർട്ട് കൂടുതലാണെങ്കിൽ അതെ, മോനെ എന്ത് വേണമെങ്കിലും അമ്മ ചെയ്തു തരാം. അതൊക്കെ അതെ, അമ്മമാർക്കായാലും മക്കളുടെ വീഡിയോസ് ഒക്കെ ഇത്ര ആവുക, ആൾക്കാർ കാണുക എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷല്ലേ. പണ്ട് പഠിക്കുന്നതായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ എന്താ റീൽസ് ഒന്നും ചെയ്തില്ലേ? ഇന്ന് രാവിലെ ആവുമ്പോ നീ ചുമ്മാ ഇരിക്കാണ്, റീൽസ് ഒന്നും ചെയ്യുന്നില്ല. പോയി പാചകം ചെയ്യൂ, നീ എന്താ ഇതൊന്നും ഉണ്ടാക്കാത്തന്ന്. ഇപ്പൊ ഡെയിലി ഒരേ ദിവസം ഒരേ കണ്ടന്റ് ഇറക്കോ? എങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ? 2 വീഡിയോ അല്ലെങ്കിൽ 3 വീഡിയോ ഒരു ദിവസം ഷൂട്ട് ചെയ്യും. പിന്നെ ബാക്കിയൊക്കെ ദിവസം ചില്ല്. മാഹിയുടെ ഒപ്പം പ്രവർത്തിക്കുന്നവർക്ക് അല്ലേ 3 നേരം സുഖമായിട്ട്. ഞങ്ങൾ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട്. വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേന് ഞങ്ങളെ വിളിക്കും. ഇന്ന് ഈ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബേക്ക് ചെയ്യല് കുറവാല്ലേ? ഞാൻ ബേക്ക് ചെയ്യാറുണ്ട്, ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബേക്ക് ചെയ്ത് കൊളായോണ്ട് ഞാൻ എന്താ പറയാ, ഞാൻ ആ സൈഡിലേക്ക് പോകാറില്ല. അതിന്റെ കൊളാകാൻ കാരണം എന്താ? ഒരു കേക്ക് ബേക്ക് ചെയ്തു, 8 പ്രാവശ്യം ബേക്ക് ചെയ്യേണ്ടി വന്നു, എന്നിട്ട് ശരിയായില്ല. പിന്നെ ബേക്കിംഗ് ഇസ് എ സ്കിൽ. ഭയങ്കര കറക്റ്റ് മെഷർമെന്റ് ആയിരിക്കണം.
പിന്നെ ഒരു പ്രാവശ്യം റെസിപ്പി പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും ഇൻഗ്രീഡിയൻസ് മേടിക്കണം. അപ്പൊ ഇറ്റ് ക്യാൻ ഗെറ്റ് എക്സ്പെൻസീവ് ടു. പക്ഷെ സേവറി ഡിഷസ് നമുക്ക് ഇത്തിരി ഉപ്പ് കൂടിയപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതെ. പിന്നെ നമുക്ക് വീട്ടില് കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ, അത് ശരിയാട്ടോ. അപ്പൊ നമ്മുടെ ഗാർലിക് പേസ്റ്റ് റെഡിയായി. യെസ്. അപ്പോൾ 3-4 കാര്യങ്ങളേ ഉള്ളൂ. ഗാർലിക്, ക്യുമിൻ സീഡ്, സോൾട്ട്, പിന്നെന്താ ഇട്ട മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി കളർ കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു വോക്ക്. ഓക്കെ, ഇതിനെന്താ പറയുന്നത്? വോക്ക്. ഇത് നമ്മൾ ചൈനീസ് ഒക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഒരു പാത്രം മതി. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ പാത്രം ഒന്നുമില്ല, കാരണം നമ്മൾ ഇങ്ങനത്തെ ഉണ്ടാക്കാറില്ലല്ലോ. ഒരു മീഡിയം ഹൈ ഫ്ലെയിമില് ഓക്കെ, ഒന്ന് ചൂടാവാൻ ഓയിൽ ഒഴിച്ചു. അത് സ്പൂൺ വേണ്ട, അല്ലാണ്ട് തന്നെ ഒഴിക്കട്ടെ. എന്തോരം ഒഴിക്കണം? ഒഴിച്ചു മൊത്തം കുഴപ്പമില്ല. കൂടുതലാ? അല്ല, കറക്റ്റാ. ഇനി നമ്മൾ ഇടേണ്ടത് ഓയിൽ ഒന്ന് ഹീറ്റായി വരണം. അതുവരെ അതിനുശേഷം കടുക് ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ കടുക് ഇടും, ഉരുദാലിടും, ചനാദാലിടും. അതിന്റെ ഒപ്പം നമ്മള് ഡ്രൈഡ് റെഡ് ചില്ലി ഇടും, കുറച്ച് നമ്മുടെ കറി ലീഫ് ഇടും. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ഇട്ടേ. കാൻഡയില് കറി ലീഫ് ലക്ഷറിയാ, കിട്ടാനില്ല. ഒരു ചെറിയ ഒരു കഷ്ണത്തിന് $10, $500. നമ്മളൊക്കെ ഞങ്ങളൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും കറി ലീഫ്. അതെ, നമുക്ക് എവിടെ നോക്കിയാലും കിട്ടൂലോ. ചൂടായി. യെസ്. നമ്മുടെ ഇതാ കടുക് എന്തോ കുറച്ചും കൂടെ കേട്ടോ. പൊട്ടാത്ത കടുകാണോ? അത് ഓയിൽ ചൂടായി വരുന്നത്. പൊട്ടി തുടങ്ങുമ്പോൾ നമ്മള് ഇത് രണ്ടും ഇടുക. പിന്നെ കറി ലീഫ്, ഡ്രൈഡ് റെഡ് ചില്ലി ഇട്ടോ. ഇടട്ടെ? ഇതെന്തോരം വേണം? ഇനി ഇടണോ? കുറച്ചും കൂടെ ഇട്ടോ. പിന്നെ ചനാദാൽ. മലയാളത്തിൽ എന്താ പറയണത് എനിക്കറിയില്ല. വലിയ പരിപ്പോ? ശരിക്കും ചെറുത് മതി, പക്ഷെ നമുക്ക് ഉള്ളത്. അതെ. പിന്നെ കറി ലീഫ്, ഡ്രൈഡ് റെഡ് ചില്ലി. ഓക്കെ, വറ്റൽമുളക്, കരിവേപ്പില. കൈ കൊണ്ട് ഇട്ടു. ഓ, ഞാൻ എന്താ എല്ലാം ഭയങ്കര പരിഷ്കാരമാണ്, ഇങ്ങനെ കൈ കൊണ്ട് ഇടാം. ഡ്രൈഡ് റെഡ്. ഇതെന്തോരം വേണം? 1-2 വേണം, 2-3 നിങ്ങളുടെ ഇഷ്ടം പോലെ മതി. ഓക്കെ, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ വീട്ടിലെ അമ്മ ഇത്. യെസ്. ഓക്കെ, മൊത്തം ഇടട്ടെ? നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വീട്ടിലെ ഈ അമ്മച്ചിമാരൊക്കെ പറയല്ലോ, ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുന്നേ മണം പിടിച്ച അതിന്റെ രുചി അങ്ങ് പോകുന്നൊക്കെ. നമുക്ക് കിച്ചണിൽ നിന്ന് സിമ്പിളാ, ഓൾമോസ്റ്റ് തീർന്നു. ഇനി നമുക്ക് ഇടാനുള്ളത് നമ്മുടെ കുക്ക്ഡ് റൈസ്. സാധാരണ തലേദിവസത്തെ റൈസ് അല്ലെങ്കിൽ റൈസ് കുക്ക് ചെയ്തിട്ട് എടുത്ത് വെച്ചാൽ നമ്മുടെ സാധാ മറ്റേ ഉണ്ടരി ഇടാൻ പറ്റും. ഇതിപ്പം നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലുള്ള ബസ്മതി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി രസമായിരിക്കും കാണാന്. രുചി സെയിം ആയിരിക്കും. ഇത് മൊത്തം ഇടട്ടെ? ഓക്കെ, അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച റൈസ്, നമ്മുടെ കുറച്ച് കൊറിയാണ്ടർ ലീഫ്, മല്ലിയില ഇട്ടു. യെസ്. ഇനി വേണോ? ഇതൊക്കെ കാനഡയിൽ പോയിട്ട് പഠിച്ചാണോ? പ്രൊഫഷണൽ കുക്കുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാണ്. ഇപ്പൊ വെറൈറ്റി ഇങ്ങനത്തെ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ വാക്ക് ടൈപ്സ് എല്ലാം ഉണ്ടാവും അല്ലേ? അല്ല, എനിക്ക് ഇങ്ങനത്തെ ചൈനീസ് വാക്ക് ഇല്ല, ബിക്കോസ് എനിക്ക് അങ്ങനത്തെ സ്റ്റോവ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കേ, ഓൾമോസ്റ്റ് സെയിം. നമ്മുടെ ഗാർലിക് റൈസ് റെഡി. ഓക്കേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഗാർലിക് റൈസ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നല്ല മണം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് തന്നെ ഉണ്ടാക്കും. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതെ, നമുക്ക് പറ്റത്തില്ലേ, മൊത്തം താഴെ വീണാലോ. ഇത് ശരിക്കും ബാച്ചിലേഴ്സ്, മടിയുള്ള ആൾക്കാർ, വീട്ടില് ജോലി ചെയ്ത് വന്നിട്ട് ഇനി എന്താ ഉണ്ടാക്കണം എന്ന് ആലോചിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുക. സത്യം, പെട്ടെന്ന് അല്ലേ തീർന്നു. യെസ്, അങ്ങനെ നമ്മുടെ ഗാർലിക് റൈസ് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ വെച്ച് ടേസ്റ്റ് ചെയ്തിരുന്നു, എന്നാലും ഒന്നും കൂടി ഇവിടെ വെച്ച് മാഹിയുടെ മുന്നേ വെച്ചിരുന്ന് കഴിക്കുക. മനസ്സിലാവുന്നില്ല. മാഹിയുടെ സ്ഥിരം ഡയലോഗ് എന്താ? അടിപൊളി. യെസ്, അടിപൊളി, റിയലി അടിപൊളി. ഒരു സൈഡ് ഡിഷും വേണ്ട കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ടി വി ഒക്കെ വെച്ച് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഓൺ ആക്കി അല്ലേ 10 മിനിറ്റ് തീരും.
കൊടുക്കാതെ ഉണ്ടാക്കിയ ആൾക്ക് കൊടുക്കാതെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുന്നു. ഞാൻ കുറെ കഴിച്ചിട്ടുണ്ട്. ഉം, ആ. ഇത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് ഉം, അടിപൊളി. ഈ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, ഞാനൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ കുക്കിംഗ് ചെയ്ത് പഠിക്കുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഇന്നലെയും കൂടെ എന്ത് രുചിയാണ് ഞാൻ തന്നെ പറയും. അങ്ങനെ മാഹി പറയാറുണ്ടോ? പറയാറുണ്ട്. അടിപൊളി എന്നുള്ളത് വീഡിയോക്ക് വേണ്ടി മാത്രമല്ല. അല്ല, എനിക്ക് സേവറി ഡിഷസ് ഭയങ്കര ഇഷ്ടം. ബിരിയാണി ഇതേപോലെ സാധനങ്ങള്. അപ്പം ഇത് എന്ത് ഞാൻ എങ്ങനെ കുക്ക് ചെയ്യാലും നന്നായിട്ട് വരും. ഓക്കെ. ഈ ഫസ്റ്റ് ഇങ്ങനെ കുക്ക് ചെയ്ത് ഇത്രയും വ്യൂസ് ഏറിയ ഒരു വീഡിയോ ഏതാണ്? ചിക്കൻ ബിരിയാണി. പക്ഷെ വ്യൂസ് വന്നത് കൂടുതലും ഞാൻ കാൻഡയിലായിരുന്നു 2015 തൊട്ട്. 2022 എന്റെ അക്കൗണ്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. 2018-2019 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. യൂട്യൂബിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു ബിരിയാണി ഭയങ്കര റീച്ച് കയറി. അത് കൂടുതലും ഓഡിയൻസ് ഒന്നും US ബേസ്ഡ് ഓഡിയൻസ് ആയിരുന്നു. അപ്പം കുറെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഭയങ്കര മിക്സ്ഡ് ഒപ്പീനിയൻ ആയിരുന്നു. പിന്നെ അത് ഇന്ത്യൻ ഓഡിയൻസിലേക്ക് എത്തി. പിന്നെ ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു പെട്ടെന്ന്. ഇപ്പൊ നമുക്ക് ഒരു കാര്യത്തിലേക്ക് വ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രീസിയേഷൻ കിട്ടുമ്പോഴാണല്ലോ വീണ്ടും വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ ആ ഒരു വ്യൂസ് അല്ലെങ്കിൽ ആ ഒരു സ്വീകരണം കിട്ടിയപ്പോഴാണോ ഇനി ഇത് തന്നെ വീഡിയോസ് ചെയ്യാം എന്നൊരു ഡിസിഷൻ എടുക്കാൻ കാരണം? സത്യം പറഞ്ഞാൽ ലൈക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു പറഞ്ഞ മെസ്സേജ് വരും, കമന്റ് വരും. അപ്പൊ ഒരു എൻകറേജ്മെന്റ് ആണ്. പിന്നെ ലൈക്ക് I have dreamed about this. ഇങ്ങനെ ഉണ്ടാവണം, it'll be nice. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ടായിരുന്നു സ്റ്റേ ചെയ്തോണ്ടിരുന്നത് കാനഡയിൽ. അപ്പം ഞാൻ യൂഷ്വലി 9 to 6 ജോലി ഉണ്ടാവും. വന്നു കഴിഞ്ഞിട്ട് രാത്രി 9 മണിക്ക് ഷൂട്ട് ചെയ്ത് 12 മണി വരെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കിടന്നുറങ്ങി രാവിലെ 5 മണിക്ക് എണീറ്റ് പോസ്റ്റ് ചെയ്യണം. അന്ന് സ്കെഡ്യൂളിംഗ് ഓപ്ഷൻ ഒന്നും ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം രാവിലെ 5 മണിക്ക് എണീറ്റ് പോസ്റ്റ് ചെയ്യും. അപ്പൊ അന്ന് എനിക്ക് അപ്പോൾ 3000 ഫോളോവേഴ്സ് എന്തേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പം ചില വീഡിയോന് 5000 വ്യൂസ് വരും, 6000 വ്യൂസ് വരും. അന്ന് സെലിബ്രേഷൻ ആണ് ബ്രോ. ഞാൻ എന്റെ ഫ്രണ്ട്സ് വിളിച്ചു പറയും 5000 വ്യൂസ് കിട്ടി ബ്രോ. ഭയങ്കര അങ്ങനെയായിരുന്നു. ഇപ്പൊ 1 million ഫോളോവേഴ്സ് ആൻഡ് 2 million 3 million ഒക്കെയാണ് ഓരോ വീഡിയോസിന്റെ വ്യൂസ് ഒക്കെ പോകുന്നത്. അപ്പൊ ഹാർഡ് വർക്കിംഗ് അല്ലെ, ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ് എന്ന് തന്നെ പറയാം. അടിപൊളി കേട്ടോ. ഞാൻ മാഹിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്താണെന്ന്, ഇതുപോലെ തന്നെ ചുമ്മാ നമ്മൾ ഇൻസ്റ്റാഗ്രാം മനസ്സ് വായിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും വിശപ്പ് ഒരു ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഓരോ കുക്കിംഗ് വീഡിയോസ് ഇങ്ങനെ വരും. അപ്പൊ ദേ വരുന്നു ഷടപടാന്നൊക്കെ ലേസിന്റെ ഇതൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ്. അത് കൊത്തിയാവൂട്ടോ. ലേസ് പാക്കറ്റ് പൊഴിക്കുന്നു, മറ്റേ മസാലകൾ ഇടുന്നു, സവോള ഇടുന്നു, കഴിക്കുന്ന എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയാ? അതൊന്നും ഇട്ടോ. ഇപ്പൊ ഇതൊന്ന് കഴിച്ചിട്ട് ആ ഒരു വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ഒരു എക്സ്പ്രഷൻ ഇട്ടോ. നേരിട്ട് ഇതെല്ലാം ഞാൻ വീഡിയോസിലൂടെയാണല്ലോ കണ്ടേക്കുന്നത്. എക്സ്പ്രഷൻ ഒന്നുമല്ല, സാധാരണ കഴിക്കുന്ന പോലെ തന്നെ. പക്ഷെ നമുക്ക് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. 3 മണിക്കൂറൊക്കെ എടുക്കും ചില ഡിഷ് കുക്ക് ചെയ്യാൻ, അല്ല 2 മണിക്കൂർ എടുക്കും. അപ്പം എന്തായാലും ടയർഡ് ആവും. അത് ഡിന്നർ സ്കിപ്പ് ചെയ്തായിരിക്കും ഷൂട്ട് ചെയ്ത്. അപ്പം അടിപൊളി. എനിക്ക് ഏറ്റവും ഈ എക്സ്പ്രഷൻ ആണ് ഭയങ്കര. ഞാൻ നോർമലി അഹാന കൃഷ്ണ ഇതുപോലെ തന്നെ ഭയങ്കര എക്സ്പ്രസീവ്. എന്റെ പൊന്നു, ഒരു ഫുഡ് വായിൽ വെച്ച് അവരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് ആ ഫുഡ് ഇഷ്ടമല്ലെങ്കിൽ കൂടി നമുക്ക് കഴിക്കാൻ തോന്നും. അതുപോലെയാണ് മാഹിയുടെ എക്സ്പ്രഷൻ. അത് കൊതിപ്പിക്കല്. അങ്ങനെയാണല്ലോ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഈ കാനഡയിൽ പോകാൻ കാരണം എന്താണ്? ഈ എല്ലാരും ഇപ്പത്തെ എല്ലാ സ്റ്റുഡൻസിന്റെ ഒരു ഇതാണ് കോളേജ് കഴിഞ്ഞൊന്നെങ്കിൽ കാനഡ അല്ലെങ്കിൽ UK. ഞാൻ കാനഡയിൽ പോയത് 2015 ആണ്. കോളേജ് 6 months കഴിഞ്ഞിട്ടാണ് പോയത്. ആ സമയത്ത് അധികം ആൾക്കാർ പോകുന്നില്ലായിരുന്നു. എന്റെ കോളേജിൽ ഞാൻ മാത്രമേ എന്തോ പോയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും CA, ACCA, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ 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 അങ്ങനെ. അപ്പം കാനഡയ്ക്ക് പോവാൻ ഒരു താല്പര്യം തോന്നിയത് ലൈക്ക് ഐ ഫിഗേർഡ് ഒരു ചേഞ്ച് വേണം. അപ്പൊ പാരന്റ്സ് ഒന്ന് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. അവർ വന്ന് പോയിക്കും. അവർ സപ്പോർട്ട് വന്നു. പെട്ടെന്ന് 6 months ഉള്ളിൽ ഞാൻ പോയി. അത് എന്താ പറയാ, ഒരു ഇൻഡിപെൻഡന്റ് ആവണം എന്ന് തോന്നി തുടങ്ങി. അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ പാമ്പറിങ് അച്ഛൻ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടാവും, അമ്മ എന്തെങ്കിലും ചെയ്തു തരാനുണ്ടാവും. ബിക്കോസ് പാരന്റ്സ് എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പം ഒരു ഇൻഡിപെൻഡന്റ് ലൈഫ് ലീഡ് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പൊ കാനഡ ഓപ്ഷൻ വന്നു, പറഞ്ഞു, വീട്ടുകാരും ഓക്കെ, ഞാൻ പോയി. ഈ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവാന്ന് ഒരു ഡ്രീമിലും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കോളേജിൽ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ മോഡലിംഗ് ചെയ്യണ്ടായിരുന്നു, ആക്ടിങ് ചെയ്യണ്ടായിരുന്നു. ബിക്കോസ് ഐ ഹവ് ട്രൈഡ് എവരിതിങ്.
അപ്പം പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ക്ലിക്കായില്ല. ഓക്കെ. അപ്പം അപ്പോൾ കാനഡയ്ക്ക് പോയി ഒരു 2015 പോയി 3 years കഴിഞ്ഞിട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിച്ചു. ഓക്കെ. പിന്നെ അങ്ങനെ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ. ഓക്കെ. അങ്ങനെയാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ? അതൊരു എന്താ പറയാ, ബിക്കോസ് ഞാൻ കാനഡയിൽ പോയപ്പോഴാണ് മനസ്സിലായി ഞാൻ കുക്കൊന്നും ചെയ്യില്ലായിരുന്നു. കൂടുതലും മാഗി, ആദ്യത്തെ 6 മാസം മാഗിയും അവലോസ് പൊടിയായിരുന്നു കഴിച്ചോണ്ടിരുന്നത്. പിന്നെ സൺഡേസ് ഗുരുദ്വാരയുണ്ട്, അപ്പൊ അവിടെ ലങ്കർ കിട്ടും, നല്ല ചപ്പാത്തി, വെജിറ്റബിൾ കറി, വെള്ളം വരുന്നത്. അന്നൊക്കെ അത് കിട്ടാന്നൊക്കെ ബിക്കോസ് നമുക്ക് കുക്ക് ചെയ്യാറില്ലല്ലോ. അപ്പം സൺഡേസ് ഒരു ദിവസം ലങ്കറിന് വേണ്ടി വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഗുരുദ്വാരയിൽ പോയി ഫുഡ് കഴിക്കും. പിന്നെ ഹോം സിക്ക് അടിക്കുന്ന നമുക്ക് നല്ലോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവേ ഫ്രം ഹോം എന്നൊക്കെ പറയില്ലേ. അപ്പം വൺ ഡേ അപ്പോൾ ആ സമയത്ത് പാർട്ട് ടൈം ജോബും ചെയ്യണ്ടായിരുന്നു. പക്ഷെ പാർട്ട് ടൈം ഒക്കെ ചെയ്താൽ നമുക്ക് വളരെ മിനിമം എമൗണ്ട് കിട്ടുള്ളൂ, നമുക്ക് സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം വൺ ഡേ ഐ വെന്റ് ടു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഹോം സിക്ക് അടിച്ചപ്പം കുറെ ഫുഡൊക്കെ മേടിച്ചു. വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അന്ന് വിചാരിച്ചു കുക്കിംഗ് പഠിച്ചിട്ട് തന്നെ കാര്യം. അങ്ങനെയാണ് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മനസ്സിലായത് എന്നെ പോലെ കുറെ പിള്ളേരുണ്ട് ഇതേപോലെ മാഗിയിലും അവലോസ് പൊടിയിലും സർവൈവ് ചെയ്ത്. അപ്പം ഐ തോട്ട് ലൈക്ക് വൈ നോട്ട് ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യാം, ഈസി റെസിപ്പീസ് ആണ്. ഞാൻ ഷെഫ് ഒന്നും അല്ല എനിക്ക് കമന്റ് പറയാറ്, നീ ഷെഫ് ഒന്നും അല്ലല്ലോ, നീ എന്താ കാണിക്കുന്നത് കഴിയും. പക്ഷെ ഞാൻ പറയും ബ്രോ, ഞാൻ ഷെഫ് ഒന്നും അല്ല, ഐ ജസ്റ്റ് വാണ്ട് ടു എൻകറേജ് പീപ്പിൾ ടു കുക്ക്, അത്രേ ഉള്ളൂ. സത്യം. എല്ലാവർക്കും കുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഷെഫ് ആണെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ വരെ കുക്ക് ചെയ്യുന്നു, ഞാൻ ഷെഫ് അല്ലല്ലോ. സാഹചര്യം നമ്മളെ ഒരു ഷെഫ് ആക്കുകയാണ്. കേരളത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വരാൻ കാരണം എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, വീഡിയോ ചെയ്തിട്ടിരുന്നു. ഞാൻ എന്താ കാനഡ വിടാൻ പോവുകയാണ്, കമ്മിങ് ബാക്ക് ടു കേരള. വൈ? ആസ് എ ടീനേജർ നമുക്ക് എപ്പോഴും പാരൻസിന്റെ യു വാണ്ട് ബി അവേ ഫ്രം പാരൻസ്, യു വാണ്ട് ഹാവ് ഫൺ ഇൻ ലൈഫ്, അങ്ങനെ ആയിരിക്കും. അപ്പൊ ആ മൈൻഡ് സെറ്റോടെ ഞാൻ കാനഡയ്ക്ക് പോയത്. പക്ഷേ എന്താ പറയാ, ആസ് യു ഗെറ്റ് ഓൾഡർ എന്താ പറയാ, ഒരു റിയലൈസേഷൻ മെച്യൂരിറ്റി. അപ്പൊ നമുക്ക് 20 വയസ്സിൽ തോന്നുന്നതായിരിക്കും നമുക്ക് 25 വയസ്സിൽ തോന്നുന്നത്, 25 വയസ്സിൽ തോന്നുന്നതായിരിക്കും നമ്മൾ ലേറ്റർ ഓൺ ലൈഫിൽ വരുന്നത്. നമ്മുടെ പ്രിഫറൻസസ്, നമ്മുടെ ദ വേ വി സീ തിങ്സ് ചേഞ്ച്. അപ്പം the thing is that I grew up watching my parents taking care of my grandparents. അപ്പം എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ അച്ഛൻ നോക്കുന്ന കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പം ബാക്ക് ഓഫ് മൈ ഹെഡ് ഇറ്റ്സ് ദെയർ, ഐ ഹാവ് ടു ബി ദെയർ ഫോർ മൈ പാരൻസ്, ഐ ഹാവ് ടു ബി ദെയർ ഫോർ മൈ പാരൻസ്, അങ്ങനെയുണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ വെരി കനേഡിയൻ ഹെൽത്ത് കെയർ സിസ്റ്റം ഇസ് നോട്ട് ദ ബെസ്റ്റ്. അത് പറയുമ്പോൾ അങ്ങനെ മോശമൊന്നുമല്ല, അവിടെ എല്ലാം പബ്ലിക്കാണ്. അപ്പം ഒരു കൈയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആശുപത്രി പോയി കഴിഞ്ഞാൽ ഒരു 6 മണിക്കൂറൊക്കെ പിടിച്ചിരുത്തുമായിരുന്നു. കാഷ്വാലിറ്റിയിലൊക്കെ ഭയങ്കര. ഇപ്പം ഇവിടെ ഒരു കൈ പൊട്ടി കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്നു, അരമണിക്കൂറിൽ ബാൻഡേഡ് ഇടുന്നു, അവര് വിടുന്നു. അപ്പം ആസ് ഐ ഗോട്ട് ഓൾഡർ ഐ എം ലൈക്ക് I have to make a decision, നാട്ടിലേക്ക് വരണം, maybe I have to be closer to my parents, because കുറെ കഴിഞ്ഞ് അവർ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ലൈഫ് ഇങ്ങനെ എന്താ പറയാ, ഐ ഹാവ് നോട്ട് എന്താ പറയാ സെറ്റിൽ ഇൻ ചെയ്തിരുന്നുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചില്ല, മോർഗേജ് ഇല്ല. അപ്പോൾ ഐ എം സ്ട്രെസ് ഫ്രീ ആൻഡ് ഐ മേക്ക് മൈ ഓൺ ഡിസിഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിൽ വരാം, if I could be here and be close to my parents, that'll be the best thing that I can do to myself. പിന്നെ നമുക്ക് പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോഴും വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് ലോൺലി ടു. എല്ലാവരും തിരക്കാണ്, ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പം ആ ഒരു ഫാക്ടറും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാനൊരു 10-20 years അഹെഡ് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ വരാന്ന് വിചാരിച്ചത്. നൈസ്. അപ്പൊ അമ്മയും അച്ഛനും കുറെ പാമ്പറിംഗ് ചെയ്ത് വളർത്തിയ ഒരു കുട്ടിയാണോ? അല്ല, ഞാൻ ഫസ്റ്റ് ചൈൽഡ് ആയതുകൊണ്ട് മേ ബി there wasn't much of pampering. എന്റെ ബ്രദറിനായിരിക്കും കൂടുതൽ പാമ്പറിംഗ് കിട്ടിക്കാണ്. ഇപ്പൊ ബ്രദർ അബ്രോഡ് ആയതുകൊണ്ട് ഇപ്പൊ മാക്കിക്കല്ല പാമ്പറിംഗ്. അപ്പൊ ആരെങ്കിലും ഒരാൾ നാട്ടിൽ വേണ്ട, then I cannot ask my brother to be here. അപ്പം that'll be very എന്താ പറയാ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. then I thought why not, എനിക്ക് നാട്ടിൽ വരാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഈ മാഹിയുടെ ഇപ്പൊ അമ്മ ഒരു അടിപൊളി കുക്ക് ആയിരിക്കില്ല, എന്തായാലും ഒരു കൈപുണ്യം ഇല്ലാണ്ട് ഇരിക്കില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പം അമ്മ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോ നീ എന്താ ഇത് ഇത്ര കൂടുതൽ ഇട്ട, അല്ലെങ്കിൽ ഇതെന്താ വീഡിയോയിൽ ഇത് ചേർത്തത്, ഇങ്ങനെയല്ലോ, അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും അമ്മ സജഷൻ പറയാറുണ്ട്? ഭയങ്കര സജഷൻ ഒന്നും പറയാറില്ല. ഇല്ല, കഴിച്ചു നോക്കിയിട്ട് കൊള്ളില്ല, കൊള്ളാം, ഇത് മാത്രമേ പറയുള്ളൂ. അമ്മ കഴിച്ചു നോക്കിയിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ ഒരു ഡിഷ് ഏതാ? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന മിക്കതും എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട്.
ഇഷ്ടപ്പെടാറുണ്ട് അങ്ങനെ അങ്ങനെ ഭയങ്കര ഹാർഷായിട്ട് കൊള്ളില്ലെന്ന് പറയാതെ ചിലപ്പം ചില ഡിഷസ് ചിലപ്പം എന്താ പറയാ പാരന്റ്സിന് ഇഷ്ടപ്പെടാറില്ല. മേ ബി പാസ്തയൊക്കെ ഉണ്ടാക്കും, മേ ബി ദേ ഡോണ്ട് കെയർ സോ മച്ച്. അതെ. പക്ഷെ നാടൻ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ദേ ലൈക്ക് ഇറ്റ്. ഇപ്പൊ നമ്മൾ കുറെ അമ്മേനെ പറ്റി സംസാരിച്ചു. അച്ഛൻ എങ്ങനെയാ അമ്മേനെ കിച്ചണിൽ സഹായിക്കണ കൂട്ടത്തിലാണോ, കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണോ? അമ്മ ടേക്സ് അപ്പം ലൈക്ക് വെൻ ദേ വർ വർക്കിംഗ്, ഓക്കെ. അമ്മ രാവിലത്തെയും ഉച്ചക്കത്തെയും ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ചിന്റെ കാര്യം നോക്കും. അച്ഛൻ യൂഷ്വലി ഡിന്നറിന്റെ ആളാണ്. പക്ഷെ അച്ഛന്റെ കൂടുതലും മാഗി, മുട്ട ഓംലെറ്റ് അതൊക്കെയാണ് ഡിന്നറിനായിട്ട് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. ഇപ്പൊ മാഹി വന്നപ്പോ എന്തൊക്കെ വ്യത്യാസങ്ങളാ വീട്ടിൽ കൊണ്ടുപോകുന്നത്? ഫുൾ ടൈം ഇപ്പൊ മാഹിയാണോ ഡിഷുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഡിന്നർ? അല്ല, ഞാൻ മിക്ക ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട്. അപ്പം അന്ന് ഉണ്ടാക്കുവാണെങ്കിൽ ഐ മേക്ക് ലിറ്റിൽ ബിറ്റ് എക്സ്ട്രാ. അപ്പം ദേ കുഡ് ഓൾസോ ട്രൈ. യെസ്. അല്ലാതെ ഇങ്ങനെ കിച്ചൺ അമ്മയുടെ കിച്ചൺ ക്ലോസ് ആക്കി അങ്ങനെ അമ്മയുടെ കിച്ചൺ മൈ മോം ഹാവ് സെറ്റ് വേസ് ഓഫ് ഡൂയിങ് സ്റ്റഫ്. അപ്പൊ ഞാൻ അവിടെ കയറിയിട്ട് അത് മാറ്റി ഇത് മാറ്റി കഴിഞ്ഞാൽ then she might not like it. അപ്പം ഞാൻ ആ ഒരു എന്താ പറയാ, ഞാൻ ഒരു സെപ്പറേറ്റ് കിച്ചൺ തന്നെ ഉണ്ടാക്കി. അപ്പൊ ഇനി പ്രശ്നം ഉണ്ടാവില്ല. ഈ ഓരോ വീഡിയോസും ചെയ്യുമ്പോഴത്തേനും മാഹി ഭയങ്കര ഡ്രസ്ഡ് അപ്പിലായിരിക്കും. ഇപ്പൊ നല്ല രസമാണ് മാഹിനെ കാണാൻ. ഒരു മോഡൽ ഇരിക്കുന്നു, കുക്ക് ചെയ്യുന്നു, അപ്പൊ വേർക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ മാഹി പറയുന്നു ഒരു വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് 3 and 4 hours ഉണ്ട്. അപ്പൊ എങ്ങനെയാ ഒരു എനർജി ഉണ്ടല്ലോ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് വരെ ഉള്ളതിൽ ഒരു എനർജി കീപ്പ് ചെയ്യണം. നമ്മൾ ആ തീയും പോകുകയും നമ്മളിങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെയല്ല, ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. അപ്പൊ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? കാരണം ഒറ്റയ്ക്കും കൂടി ആണല്ലോ, ആരും ചിയറപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്രേക്ക് എടുത്തായിരിക്കും കുക്ക് ചെയ്യുക. ഒറ്റ സ്ട്രെച്ചിലായിരിക്കില്ല കുക്ക് ചെയ്യുക. ബിക്കോസ് ഇപ്പൊ നമുക്കറിയാം ഇന്ന സാധനങ്ങൾ ഇടണമെങ്കിൽ അത് ആദ്യം ഷോപ്പിൽ നിന്ന് ഷോർട്ട്സ് എടുക്കും, പിന്നെ കുക്കിംഗ് പോർഷൻ എടുക്കും, പിന്നെ എല്ലാം എഡിറ്റിംഗിലാണ് മൊത്തം റിയലൈൻ ചെയ്യുക. പക്ഷെ ഐ ടേക്ക് ബ്രേക്സ്. കുറെ കഴിയുമ്പോൾ എക്സോസ്റ്റഡ് ആവും. നമ്മള് ക്യാമറ നോക്കി, പിന്നെ ഡിഷ് നോക്കി, ചിലപ്പോൾ റെസിപ്പിനെ നമ്മൾ ചില കാര്യങ്ങൾ ഇടാൻ മറന്നു. ബിക്കോസ് കുറെ കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ജസ്റ്റ് ദ ഡ്രൈവ് ടു ക്രിയേറ്റ് എ നൈസ് വീഡിയോ എന്ന രീതിയിൽ. ബിക്കോസ് അതാണ് എൻ്റെ എൻഡ് ഓഫ് ദ ഡേ ഡ്രൈവ് ആയിട്ട് വരിക. അപ്പം അതുകൊണ്ടായിരിക്കും എനർജി പോവാതെ അല്ലെ ഇപ്പോഴും എനർജറ്റിക് ആയി ഇരിക്കാൻ പറ്റുന്നത്. ഞാൻ ഈ കേട്ട് വീഡിയോ ചെയ്തല്ലോ. യെസ്, അത് 2023 അല്ലേ? ദസറ. ഞാൻ കേരളത്തിൽ വന്ന സമയത്തായിരുന്നു മൂവി പ്രൊമോഷൻ വന്നത്. പിന്നെ അങ്ങനെ ചെയ്തു. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എന്ത് പറഞ്ഞു? കുടിച്ച് അടിപൊളിയാണ്. ഇപ്പൊ ഞാനിക്കാണ് ആ ഓറഞ്ച് ജ്യൂസ് കൊടുക്കാൻ നോക്കുമ്പോഴത്തേന് സ്പെഷ്യൽ ആയിട്ട് ഇന്നേ വരെ ഇടാത്തൊരു ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ മൂവി പ്രൊമോഷൻ ആയതുകൊണ്ട് ഐ മേഡ് ഷുവർ ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ ലൈക്ക് എല്ലാം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. ബിക്കോസ് നമുക്ക് ലൈക്ക് ഒരു ഡ്രിങ്ക് എന്നൊക്കെ പറയുമ്പോൾ മേ ബി സംടൈംസ് ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അപ്പം ഐ വാണ്ടഡ് ടു മേക്ക്. പക്ഷെ അതൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ അങ്ങനെ എന്താണ് ചെയ്തത്. അപ്പം ഇറ്റ് വാസ് ഓറഞ്ച് ജിഞ്ചർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഗട്ട് ഫ്രണ്ട്ലി, ഗട്ട് ഹെൽത്ത്. ഇൻബോക്സിൽ ഇങ്ങനെ ഒരുപാട് ഗേൾസ് മെസ്സേജ് അയക്കണോ, ചേട്ടനെ പോലത്തെ ആളെയാണ് ഞങ്ങൾ നോക്കുന്നത്, ഞങ്ങൾ അല്ലെങ്കിൽ കല്യാണം ആലോചിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും വരാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ ഒന്നും കൊടുക്കില്ല. ബിക്കോസ് എന്താ പറയൂ, പക്ഷെ ഞാൻ ആദ്യത്തെ സമയത്ത് ഇപ്പൊ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് എല്ലാവരും മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കൊടുക്കും. പക്ഷേ ഇപ്പൊ 100 മെസ്സേജ് വരുവാണ്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാ തുടങ്ങുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരേ റിപ്ലൈ കൊടുത്ത് നമുക്ക് ടൈപ്പിംഗ് എന്ന് പറയുന്നത് ഭയങ്കര. പക്ഷെ ചിലവര് എന്താ പറയാ, ഇഫ് ദേ ടേക്ക് എൻ എഫേർട്ട് ടു റൈറ്റ് മീ എ മെസ്സേജ്. എനിക്ക് ചെറിയ കുട്ടികൾ ഫാൻസ് ഉണ്ട്, കുറെ ചെറിയ പിള്ളേർ ഫാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും ചിലപ്പം അമ്മമാരോ അവരുടെ മക്കളുടെ വീഡിയോ എടുത്ത് അയച്ചു തരും, അവർ അടിപൊളി പറയുന്നൊക്കെ അയച്ചു തരും. അപ്പം if they write me a good message, I always give a reply back because അവരുടെ ടൈം ആൻഡ് എഫേർട്ടിനെ ഞാൻ വാല്യൂ ചെയ്യുന്നു. അപ്പം എനിക്ക് ചിലപ്പോൾ അന്ന് തന്നെ കൊടുത്തില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുണ്ട്. താങ്ക് യു സോ മച്ച്. അതൊരു എന്താ, ഇറ്റ്സ് എ ഫോം ഓഫ് ലവ്. പക്ഷെ ചിലരിപ്പോ ഹായ് മെസ്സേജ് അയച്ച പിന്നെ ഞാൻ എന്ത് യൂഷ്വലി ഐ ഡോണ്ട് റെസ്പോണ്ട് ബാക്ക്. മാഹിയുടെ ഏത് റെസിപ്പി ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തിട്ട് മാഹിനെ മെൻഷൻ ചെയ്തിട്ട് ഇങ്ങനെ പേളി ചേച്ചിയൊക്കെ ടൊമാറ്റോ റൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുമ്പോഴത്തേനും ഒരുപാട് പേര് അത് ട്രൈ ചെയ്തിട്ട് പേളി ചേച്ചി റീഷെയർ ഒക്കെ ചെയ്യണ കാണാറുണ്ട്. ആ മാഹിയുടെ ഹൈലൈറ്റിൽ ഞാൻ അടിപൊളി എന്ന് പറയുന്നത് അങ്ങനെ കുറെ വീഡിയോസ്. അല്ലാതെ ഏറ്റവും കൂടുതൽ ഒരു റെസിപ്പി ആൾക്കാർ ഉണ്ടാക്കി എന്ന് മാഹി വിശ്വസിക്കുന്ന ഏതായിരിക്കും?
അത് ഗാർലിക് റാസ് ഇത് തന്നെയായിരിക്കും. പിന്നെ Okay. ബിരിയാണി ടൊമാറ്റോ റൈസ് ഹിറ്റാർ. Okay. ഏതെങ്കിലും ഒരു ഡിഷ് ഭയങ്കരമായിട്ട് ഫ്ലോപ്പ് ആയി പോയതുണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം ഒരു മാർബിൾ കേക്ക് ബേക്ക് ചെയ്യണ്ടായിരുന്നു. അത് ഞാൻ വൈകുന്നേരം 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, രാത്രി 12 മണി വരെ ബേക്ക് ചെയ്തു. 8 പ്രാവശ്യം ബേക്ക് ചെയ്തു ആ കേക്ക്. അവസാനം അത് നമുക്ക് വെറുതെ ആ കേക്ക് ബേക്ക് ചെയ്ത് കല്ല് പോലെയാവുന്നു. അപ്പം അത് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ബാക്കി ഡിഷസ് ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല, ബിക്കോസ് ഭയങ്കര എളുപ്പമാണ്. സേവറി ഡിഷസ് കുറെ കൂടെ മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക്. ബേക്ക് നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. അത് ഇറ്റ്സ് എൻ ആർട്ട്, ഇറ്റ്സ് എ സ്കിൽ. അത് നമുക്ക് ചുമ്മാ എന്തെങ്കിലും ഇത് കംസ് വിത്ത് എക്സ്പീരിയൻസ് ടു. ബിക്കോസ് കുറച്ച് മെഷർമെന്റ് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ക്ഷമ വേണം. റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ചിലപ്പോൾ എഗ്സ് ഒക്കെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ മിൽക്ക് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. കോൾഡ് മിൽക്ക് ഒഴിക്കുകയാണെങ്കിൽ ബേക്കിംഗ് ശരിയാവില്ല, അവൻ ടെമ്പറേച്ചർ വ്യത്യാസം വരും. അപ്പോൾ കുറേ മൂവിങ് പാർട്സ് ഉണ്ട്. അപ്പം ഐ ഹാവ് ബിഗ് റെസ്പെക്ട് ഫോർ പീപ്പിൾ ഹു ബേക്ക്. ഭയങ്കര ഇറ്റ്സ് നോട്ട് ഈസി. അതെ, ഇപ്പം ഞാൻ ലാസ്റ്റ് കേരളത്തിലേക്ക് ഷിഫ്റ്റ് ആയി. കേരളം ആയതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലേ നമുക്ക്. ഫുഡ് എവിടെ വേണമെങ്കിൽ, ഇപ്പം ബീച്ച് വേണമെങ്കിൽ ആലപ്പുഴ പോയി നമുക്ക് നല്ല ബീച്ച് സ്റ്റൈൽ ഫുഡ് കഴിക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ കാനഡ ആകുമ്പോഴത്തേനും നമുക്ക് ട്രാവൽ ചെയ്യണം, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട്, ഗാങ്സ് ഒക്കെ കൂടി. അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ? എനിക്ക് സജഷൻസ് വരുമ്പോൾ ഐ യൂഷ്വലി ഇങ്ങനെ പോയി ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഭയങ്കര എവറിത്തിങ് ഇസ് ഔട്ട് ദെയർ. അപ്പം ഇങ്ങനെ സജഷൻസ് കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ വാണ്ട് ഗോ ട്രൈ. അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയാ, കൂടുതലും ട്രഡീഷണൽ പണ്ടത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പോയി ട്രൈ ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഐ വെന്റ് ടു ചെന്നൈ. അപ്പൊ എന്റെ ഫ്രണ്ട് കുറെ സ്ഥലം റെക്കമെൻഡ് ചെയ്തു. ജന്നൽ കട എന്നൊക്കെ പറഞ്ഞിട്ട് റോസ് മിൽക്ക് കിട്ടുന്ന ചെറിയ ഷോപ്പ്. അപ്പം അങ്ങനത്തെ കടകളൊക്കെ പോയി ട്രൈ ചെയ്യണമെന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് അൽഫാമും കഴിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും അങ്ങനെയില്ല. അങ്ങനെയൊന്നുമില്ല. സമീറ ചേച്ചി ആയിട്ടല്ലേ ഒരു വീഡിയോ ഗോവയിൽ പോയി ഷൂട്ട് ചെയ്തു, ആ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോഴാണ്. സോ സമീറ ഹാഡ് ടെക്സ്റ്റഡ് മീ. അപ്പൊ നമുക്ക് വീഡിയോ ചെയ്താൽ നന്നായിരിക്കുമല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ ഗോവയിലായിരുന്നു. അല്ല, കഴിഞ്ഞ വർഷം വന്നല്ല, അതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഐ തോട്ട് ഐ ഗോ ആൻഡ് ഡു എ വീഡിയോ. അപ്പൊ ഗോവ വരെ പോയി ഞങ്ങൾ 2-3 വീഡിയോ എടുത്തു. ഇറ്റ് വാസ് വെരി നൈസ്. ഭയങ്കര നെർവസ് ആയിരുന്നു, ബിക്കോസ് നമുക്കറിയില്ല, you look up to these people, right? Or celebrity status or all. But then she was very chill, ഭയങ്കര easy going, ഭയങ്കര comfortable ആക്കി പെട്ടെന്ന്. അപ്പൊ വീഡിയോ also came out very well. കാരണം ആളും അങ്ങനത്തെ കുറെ വീഡിയോസ് ചെയ്യുന്ന ഭയങ്കര എന്താ പറയാ, was like കുറെ ഇൻപുട്സ് വരും, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പൊ it makes it easier. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും ആലോചിക്കുക, പക്ഷെ മേ ബി we don't look at a different perspective. അപ്പം she gave me a lot of different ideas. അപ്പൊ അങ്ങനെ മഹിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പഠിത്തം ലൈക് കാനഡയിൽ എന്താണ് പഠിക്കാനൊക്കെ? ഞാൻ ബികോം ആണ് ഇവിടെ പഠിച്ചത്. കാനഡയിൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോയി, പോസ്റ്റ് ഗ്രാഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സെയിൽസ് മാർക്കറ്റിംഗ് ജോബ്സ് ആയിരുന്നു. പിന്നെ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തന്നെ സ്റ്റാർട്ട് ഹെൽപ്പിംഗ് ബ്രാൻഡ്സ് ടു ഗ്രോ ഓൺ സോഷ്യൽ മീഡിയ. അങ്ങനെ അപ്പം ഇപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ട് എടുത്തേക്കാണ്. ഇപ്പൊ കുറച്ച് എനിക്ക് വീട്ടുകാർ ഇപ്പൊ അച്ഛൻ്റെ അമ്മയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു കല്യാണാലോചനയൊക്കെ അച്ഛനും അമ്മയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മാഹി ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും അച്ഛനോടും അമ്മയോട്? കുക്കിംഗ് അറിയാവുന്ന ഒരു കൊച്ചിനെ വേണം എന്നാണോ? ടു ബി ഓണസ്റ്റ്, എനിക്ക് മേ ബി ഐ ലിവ്ഡ് അബ്രോഡ്, അതുകൊണ്ടായിരിക്കും എന്റെ പെർസ്പെക്റ്റീവ് ഓഫ് പാർട്ട്ണർ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഐ തിങ്ക് കല്യാണം ഇത്ര വയസ്സിൽ കല്യാണം കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ഒരു ഇറ്റ്സ് ഓൾ അബൌട്ട് കമ്പാനിയൻഷിപ്പ്. ഒരു ഡ്രൈവ് ഉള്ള ആളായിരിക്കണം, ബിക്കോസ് ഷീ ഷുഡ് ഹാവ് എ ഗോൾ, ലൈക്ക് ഐ വാണ്ട് ടു ഡു ദിസ് ഇൻ ലൈഫ്, then I'll be happy to support. I don't want a girl who's want to stay home and just look after kids. And I'll be more happy if she makes more money than me. അങ്ങനെ I genuinely want to support that kind of people. അപ്പം അതായിരിക്കും എൻ്റെ ഒരു സെൽഫ് ഡ്രൈവ് ഉള്ള ആളായിരിക്കണം. then you will grow together. പിന്നെ ഇൻട്രസ്റ്റ് ഒക്കെ കുറയും, നമുക്ക് കുറച്ചെങ്കിലും കോമൺ ഇൻട്രസ്റ്റ് വേണം. ഒരു 70 ഒക്കെയാണ് ഇറ്റ്സ് ഗുഡ്. ഔട്ട് ഓഫ് 10 things 7 things line up, it's good. പിന്നെ I think you grow together. ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയല്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായിട്ട് പോവുക. അപ്പൊ താങ്ക് യു സോ മച്ച് മാഹി. കാരണം എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. കെന്ന ഷോയിൽ കൊണ്ടുവരണം. ലൈക്ക് ഫുഡ്സ് ഒക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയായിരുന്നു. ദ വേ യു ക്യാരി യുവർ പ്രൊഫഷൻ ഈസ് ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വീഡിയോസ് ഞങ്ങൾക്കൊക്കെ എത്തിപ്പെടാൻ സഹായിച്ചത്. ആൻഡ് ഫുഡ് അടിപൊളിയാട്ടോ, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ കുറച്ച്
അതെ അതെ, ഇവരെല്ലാരും ക്യാമറ ക്രൂ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ പൊതുവേ അങ്ങനെ വേറെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണ കൂട്ടത്തിലല്ല. എവിടെ ചെന്നാലും ഏത് കൺട്രിയിൽ ചെന്നാലും ഇന്ത്യൻ റെസ്റ്റോറന്റ് സെർച്ച് ചെയ്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി ചപ്പാത്തിയും ബട്ടർ ചിക്കനും കഴിക്കുന്ന വ്യക്തിയാണ്. എനിക്കും ആദ്യം ആദ്യം ഉണ്ടാക്കുമ്പോഴും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ദൈവമേ ഇതെനിക്ക് ഇഷ്ടപ്പെടുമോന്നൊക്കെ. പക്ഷെ അടിപൊളി. അപ്പം താങ്ക്സ് സോ സോ മച്ച്. അപ്പൊ ഇനി നമ്മൾ കാണാം, ഇവിടെ ഉണ്ടല്ലോ ഇനി നമുക്ക് ഇനി വേറെ റെസിപ്പി അതെ വേറെ റെസിപ്പി ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു മാഹി. താങ്ക് യു.